ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വോട്ടിടാൻ പോകേണ്ട ദിവസമാണ്. രാവിലെ പോകണമെന്നാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ രാവിലെ എന്തെങ്കിലും ചെയ്തിട്ട് രാവിലെ പോവാം. അപ്പോഴത്തേക്കും തിരക്ക് കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ കറി വെക്കാം കേട്ടോ. രാവിലെ അപ്പമാണ്. അപ്പത്തിന് മുട്ടക്കറി വെക്കാം. എന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം കേട്ടോ. ഇവിടെ അടുത്ത് നമ്മുടെ ജെയിംസ് സ്കൂളിലാണ്, നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കറിയൊക്കെ വെച്ചിട്ട് പോവാവേ. ബാ. അപ്പോൾ ഇതേ വന്നിട്ട് ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പിലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വെളുത്തുള്ളി 1-2 വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി സാധാരണ ഞാൻ ഇടുന്നതല്ല, ഇന്നിപ്പോൾ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കളറുണ്ടല്ലോ, ഇത് നമ്മൾ തലേന്ന് വെണ്ടയ്ക്ക് പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കളറാണ് ഈ കാണുന്നത്. അപ്പോൾ ആ എണ്ണയാണ് കേട്ടോ. ആ എണ്ണയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. തീ കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തീയുണ്ട്. ഗ്യാസ് പോലെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കമ്പുണ്ടല്ലോ വിറക്, കറിയിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നല്ലതുപോലെ ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും, ഉപ്പിട്ടിട്ടാണ് നമ്മൾ വാട്ടിയത്. വാടി വന്നപ്പോഴത്തേക്കും കഴുകിയ മുട്ടയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ വൃത്തിക്ക് കഴുകിയ മുട്ടയാണ്. മുട്ടയും കൂടെ പുഴുങ്ങി കിട്ടുമല്ലോ. കഴുകിയ മുട്ടയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങ് അടച്ചു വെക്കാം. നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മുട്ട അതിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങുന്നതിന് നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ. ഞാൻ മുട്ട കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുക്കറൊക്കെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വിസിൽ വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ മുട്ടയും വെന്ത് കിട്ടും, നമ്മുടെ സമയവും ലാഭിക്കാം കേട്ടോ. അപ്പോൾ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നേ. നമുക്ക് കറി റെഡിയായി മാറിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടി ചെറിയൊരു രീതിയിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പത്തിൻ്റെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പൊഴിഞ്ഞ് വീണ മാങ്ങയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ താഴെ വീണ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പാകത്തിന് കിട്ടത്തില്ല, അങ്ങ് ചളുങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇത് തേങ്ങയൊക്കെ പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ രാവിലെ നല്ല തിരക്കായിരിക്കുമല്ലേ, അറിയത്തില്ല. പിന്നെ എന്തായാലും നമുക്ക് പോയി നോക്കാം. രാവിലെ എന്തായാലും ജോലിക്ക് പോകുന്നവരൊക്കെ വന്ന് ഓട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കൊക്കെ കാണും ചിലപ്പോൾ, അറിയത്തില്ല. അപ്പോൾ ഇത് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, കുറച്ച് തേങ്ങ മതി. കുറച്ച് മാവേ ഇരിപ്പുള്ളൂ, അതുകൊണ്ട് കുറച്ച് മതി. പാത്തു ആ സമയത്ത് എണീറ്റ് വന്നിട്ടുണ്ട്, പല്ലൊക്കെ തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോയാലല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ കുട്ടികളെ അകത്ത് കയറ്റത്തില്ല എന്ന് വാപ്പ പറഞ്ഞു കേട്ടോ. കുട്ടികളെ ചിലപ്പോൾ പുറത്ത് നിർത്തേണ്ടി വരും പാത്തുവിനെ. എന്തായാലും അനിയത്തി ഉണ്ടല്ലോ. എവിടെയൊക്കെയോ ന്യൂസിൽ നല്ല മഴയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമൻറ്റിലും വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ മഴയാണ് ഷംന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല വെയിലാണ് ഇപ്പോഴും. ഇടയ്ക്ക് മഴക്കോളൊക്കെ വരും, പക്ഷേ മഴയൊന്നും പെയ്യാറൊന്നുമില്ല. അപ്പോഴത്തേക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയിൽ ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുട്ട ഞാൻ പച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പുഴുങ്ങിയൊക്കെ കിട്ടി. എൻ്റെ തോടൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല. പിന്നെ മുട്ട ഞാനൊന്ന് 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറി അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് തേങ്ങാപ്പാലും കൂടെയൊക്കെ ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിനൊക്കെ ഇത് അടിപൊളി കറിയാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ലേശം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുക്കറിൽ വെക്കുന്ന ഉള്ളിക്കറിക്ക്, മുട്ടക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ വെച്ചു. അപ്പം ഉണ്ടാക്കാൻ ഞാൻ നിന്നില്ല. ആ സമയത്ത് വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പോകൂ. വാപ്പ ചെന്നപ്പോൾ തന്നെ കുറേ പേരുണ്ട്. വാപ്പ ആദ്യം കയറി, കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ പാത്തുവിനെയൊക്കെ ഒരുക്കി ഞങ്ങളിതേ പോകുന്ന വഴിയാണേ ഇത്.
രാവിലെ കുറച്ച് തിരക്ക് കുറയുമല്ലോ എന്ന് എഴുതിയിട്ടാണ് നേരം വെളുത്തപ്പോൾ തന്നെ പോകാൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഓട്ടിട്ടിട്ട് പോകുന്നവരുമുണ്ട്, ഓട്ടിടാൻ പോകുന്നവരുമുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന്. പക്ഷേ രാവിലെ നല്ല തിരക്കായിരുന്നു. ഞാനങ്ങനെ വന്നിട്ട് ആളുകളടുത്ത് പറഞ്ഞു കേട്ടോ, ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല തിരക്കായി പോകുന്നതുകൊണ്ട് ഇപ്പോൾ പൊക്കോന്ന്. പക്ഷേ പിന്നെ പോയ ആളുകളൊക്കെ പറഞ്ഞ് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. രാവിലെ ആയിരിക്കും ചിലപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഓട്ടിട്ടിട്ട് ഇറങ്ങി. അവിടെ ചെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ആളുകളെ കാണുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ എന്തോ ഒരു മാതിരിയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അതേ ഞങ്ങളങ്ങ് തിരികെ പോകുന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ പാത്തുവിന് വിശക്കുന്നേന്ന് വിളിയായിരുന്നു അവിടെ നിന്ന സമയത്തും. അതുകൊണ്ട് ഞാൻ കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ എടുത്ത് 2 അപ്പം എടുത്തിട്ടുണ്ട്. പിന്നെന്താ അപ്പവും മുട്ടക്കറിയും കൂടെയൊക്കെ എടുത്ത് കട്ടൻ ചായ ഇട്ട് കേട്ടോ. രാവിലെ ചായ ഇട്ട് കുടിച്ചല്ലോ, തലേന്ന് പാല് മേടിച്ച് വെച്ചത് കൊണ്ട് രാവിലെ ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. ഹൈപ്പ് ചെയ്യണം. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജ്യോതി ചേച്ചിയാന്ന് തോന്നുന്നല്ലേ, നമുക്കിങ്ങനെ ഹൈപ്പ് ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്നില്ല കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമാണ് ഹൈപ്പ് ചെയ്യണം കേട്ടോ. അതുപോലെ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ദേ മോക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവളിരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. ആ ടൈമിന് അത് അനിയത്തി ഇവിടെ തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് 2 ആഴ്ച കൂടുമ്പോഴേക്കേ തുടപ്പൊക്കെ നടക്കുന്നുള്ളൂ. അറിയാമല്ലോ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്തായാലും തറയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ റൂം തലേന്ന് വൈകിട്ട് നമ്മൾ കുറച്ച് തുടച്ച് മാറ്റിയത് കൊണ്ട് ഈ എറായും അടുക്കളയും കൂടിയാണ് ഇനി തുടയ്ക്കാനുള്ളത്. അപ്പോൾ അനിയത്തി അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പോയി മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. മുറ്റം അടിച്ചിട്ട് കയറി വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും അടുക്കളയിലേക്ക് കയറണം. നല്ല തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല കട്ടി തൈര് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ മോര് കാച്ചണം. നമുക്ക് കുറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ടുള്ളൊരു മോര് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. മെഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു തലേന്ന്, അതിൻ്റെ ബാക്കിയാണേ. അപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് വഴുതനങ്ങ ഒക്കെ വെച്ചിട്ട് നമ്മൾ മോര് കാച്ചത്തില്ലേ, എന്തോ പറയേണ്ടതെന്ന് പോലും അറിയാൻ വയ്യ. അപ്പോൾ അതുപോലെ തന്നെയാണ് കോവയ്ക്ക വെച്ചിട്ടും മോര് കാച്ചുന്നത് കേട്ടോ. കോവയ്ക്കയൊക്കെ വഴറ്റി നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് സാധാരണ നമ്മൾ മോര് കറിക്ക് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ സംഭവം. ആ സമയത്ത് ഇതേ ഓരോരോ കൊട്ടേഷൻ കൊണ്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയുന്നത് മദ്രസയിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കായിക പൊതിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ആളിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് വന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞാലും അതൊന്നും പറ്റത്തില്ല. അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. ഉമ്മച്ചി പൊതിയിടണമെന്ന്. പിന്നെ വന്നിട്ട് പൊതി ഇട്ട് തരാമെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. ആളിന് ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ആളിനെ അവിടെ നിന്ന് പറഞ്ഞ് നൈസായിട്ട് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരും, പൊതിയിടാൻ വരുന്നില്ലേ എന്ന് കേട്ടോ. ഈ ടൈമിലെല്ലാം റൂമിൽ കിടന്ന് ഇങ്ങനെ വിളിക്കുകയാണ്, പൊതിയിടുന്നില്ലേ ഉമ്മച്ചിക്ക്. ആ പണി മാത്രമല്ലല്ലോ, ഉമ്മച്ചി വന്ന് ഇവിടെ എനിക്കൊന്ന് പൊതിയിട്ട് തരാനായിട്ടേ. അപ്പോൾ അതേ ഞാനിവിടെ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അരി അടുപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ്, വന്നിട്ടാണല്ലോ നമ്മൾ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടത്. അതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മോര് അടുപ്പിലോട്ടങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി ഒന്ന് തിളച്ചൊരു 3/4 വേവ് ആയിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആ ടൈമിന് അരിയൊക്കെ തിളച്ച് കിട്ടിക്കോളുവേ. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു, വറ്റൽമുളകും കരിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കോവയ്ക്ക ഇട്ട് കൊടുത്ത് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങ് വഴറ്റി കൊടുത്താൽ മതി. തീ അങ്ങ് കുറച്ചിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞു പോകണ്ട. കുറച്ചും കൂടി ഇനി ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഞാനത് ഓർത്തില്ല കേട്ടോ. നമ്മൾ ഈ കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ കട്ടിയൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവും. അരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അരിയൊക്കെ വേണമെങ്കിൽ പിഴിഞ്ഞ് നമുക്കങ്ങ് എടുക്കാം കേട്ടോ. അരിയൊക്കെ അങ്ങ് മാറ്റിയെടുക്കാവുന്നതായിരുന്നു, ഞാൻ മറന്നുപോയി, ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അരിഞ്ഞെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ അങ്ങ് പൊക്കോളും. പിന്നെ ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും 2-3 കാന്താരിയൊക്കെ ഇട്ടിട്ട് അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ തൈര് കിട്ടിയിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ. മോര് കറിക്ക് ഇച്ചിരി പുളി ഉള്ളതാണ് വേണ്ടത്, കുറച്ചും കൂടെ പുളി വേണമായിരുന്നു. പക്ഷേ ഇതിനൊട്ടും പുളിയില്ല.
പിന്നെ ഞാൻ നേരെ അരി തിളച്ചപ്പോഴത്തേക്കും ചട്ടി എടുത്തും കൊണ്ട് വെച്ചിട്ട് അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തേ. മോര് കറി ആയപ്പോഴത്തേക്കും ഒരു കൊതി ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചാൽ എന്താന്ന്, അങ്ങനെ ഞാൻ മോര് കറിയൊക്കെ ഒഴിച്ച് ഇച്ചിരി കഞ്ഞിവെള്ളവും അതുപോലെ മീൻ പൊരിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, മീൻ തോരൻ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ 2-3 കാന്താരിയൊക്കെ അങ്ങോട്ടിട്ട് ഇച്ചിരി അച്ചാറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.